കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ ബിന്ദു കൃഷ്ണയെ കൊല്ലത്ത് പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഡീല് നടന്നു എന്ന് പറയുന്നു. രഹസ്യ ഡീല്. അതായത് കലാശക്കൊട്ടിനിടയിൽ ബീച്ച് ഹോട്ടലിൽ വെച്ച് CPM RSP നേതാക്കളുടെ രഹസ്യ ചർച്ച നടന്നു. അതായത് ഈ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദു കൃഷ്ണനെ അവിടെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ഇതിനെതിരെ പരാതിയൊക്കെ പോയിട്ടുണ്ട് മുകളിലോട്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് പ്രാഥമികമായി ചിന്തിക്കുമ്പോൾ ഇപ്പൊ അവര് ആരോപണം എന്ന് വെച്ചാൽ RSPയും CPM നേതാക്കളും തമ്മിൽ ചർച്ച നടന്നു എന്നാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും കൗൺസിലർമാരും നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ഒരു ടീം RSP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് അതെ ഇവരെ ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തുക. ദാറ്റ് മീൻസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദു കൃഷ്ണ പരാജയപ്പെടാൻ പോകുന്നു എന്നുള്ള വിവരം കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്? ഈ കൂടിക്കാഴ്ച നടന്നത് കലാശക്കൊട്ടിനിടയ്ക്കാണെന്ന് പറയുന്നു. കലാശക്കൊട്ട് കഴിയുന്നു. ഒരു ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൻ്റെ നിശബ്ദ പ്രചരണമാണ്. അതും കഴിഞ്ഞിട്ടായിരുന്നു. 7-ാം തീയതി ആയിരുന്നു കലാശക്കൊട്ട്. 8-ാം തീയതി ഒരു ദിവസം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് വാർത്തകൾ പുറത്തേക്ക് വന്നില്ല? 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നിതാ എത്തി നിൽക്കുന്ന 25-ാം തീയതി എത്തി നിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം നാളിത്ര കഴിഞ്ഞിട്ടും ഏകദേശം ഒരു മാസത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും, അല്ലെങ്കിൽ അതിൻ്റെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇങ്ങനെ ഒരു ആരോപണം ഇവർ ഉയർത്തിക്കൊണ്ടു വന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോഴാണോ ഇവർ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരു RSPയും CPMും തമ്മിൽ കൂടിക്കാഴ്ച നടന്നുവെന്നും അവരവിടെ അങ്ങനെ ഒരു ചർച്ച ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം? അല്ല, ഇതിനു മുൻപേ തന്നെ അവർക്ക് ബോധ്യപ്പെട്ട കാര്യം. ബോധ്യപ്പെട്ടതായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം മറച്ചു വെച്ചു? അല്ല, അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സിമ്പിളാണ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിന്ദു കൃഷ്ണ പരാജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പം ഈ പറയുന്ന തോൽവിയുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ തോൽക്കാൻ എന്താണ് കാരണം? അത് RSP ആണ് കാരണം. RSP കാരണം ഞങ്ങൾ തോറ്റു. UDFിലെ കോൺഗ്രസിന്റെ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുന്നു. ഈ രീതിയിൽ ഈ കുറ്റം മുഴുവൻ കൊണ്ടുവന്ന് RSPയുടെ തലയിൽ കൊണ്ടുവന്ന് ചുമ്മണം. അതാണ് ഇപ്പൊ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് അങ്ങനെ ഒരു ഡീല് അന്ന് പ്രവർത്തിച്ചിരുന്നതായി കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും RSP മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലമായ ചവറയില് ഇതിന്റെ ഒരു തുടർ ചലനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. അതായത് ഷിബു ബേബി ജോൺ അവിടെ വളരെ കെയർഫുൾ ആയിട്ടാണ് ഇത്തവണ ചവറയിൽ വിജയിക്കണം എന്ന് കരുതി തന്നെയാണ് ഷിബു ബേബി ജോൺ മത്സരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തവണ കൂടി മത്സരിച്ചു ഒരു MLAയെ നിയമസഭയിലേക്ക് എത്തിക്കാൻ RSPക്ക് കഴിഞ്ഞില്ല എങ്കിൽ RSP പിന്നെ രാഷ്ട്രീയ ചിത്രത്തിലും ഉണ്ടാവില്ല. അതാണ് RSPയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ചവറയിൽ സുജിത്ത് വിജയൻപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ നേടാണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഷിബു ബേബി ജോൺ നിൽക്കുന്നത്. അങ്ങനെ ഒരു നീക്കം ഇതിനു മുൻപ് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ RSPക്കുള്ള വോട്ട് മറിക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ചവറയെ സംബന്ധിച്ചിടത്തോളം ഇടത് വോട്ടുകൾ, ഈ RSP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇടതുപക്ഷ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രീതിയിൽ തന്നെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണല്ലോ RSP. അപ്പം അതിനൊരു ഇടത് ചായ്വ് ഉണ്ട്. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടത് ചായ്വിലാണ്. അതോടൊപ്പം തന്നെ LDFിലുള്ള ഒരു വിഭാഗം, അല്ലെങ്കിൽ CPMന്റെയോ CPIയുടെയോ ഒരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും RSPയുടെ ആഭിമുഖ്യം ഉണ്ടെന്നേ. എത്ര ഇല്ല എന്ന് പറഞ്ഞാൽ അതുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സുജിത്ത് വിജയൻപിള്ളയേക്കാൾ ഒരു പടി കൂടി ഉയർന്നു നിൽക്കുന്ന ഒരു നേതാവാണ് സത്യത്തിൽ ഷിബു ബേബി ജോൺ. അങ്ങനെ വരുമ്പോൾ ഷിബു ബേബി ജോണിലേക്ക് ഇടത് വോട്ടുകൾ പോകുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അല്ലാതെ സുജിത്ത് വിജയൻപിള്ളയുടെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇവിടെ ഇങ്ങോട്ടേക്ക് വോട്ട് മറിയും. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ മറ്റൊരു തരത്തിലുള്ള ഡീൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തിയിട്ട് അവിടെ CPMനെ വിജയിപ്പിക്കാനും തിരിച്ച് CPMന്റെ വോട്ടുകൾ ഇവിടെ നിന്ന് മറിച്ച് RSP ജയിപ്പിക്കാനും ഡീല് നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. ആ രീതിയിൽ ഒരു നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UDFിലെ നേതൃത്വത്തിനോട് ബിന്ദു കൃഷ്ണ പരാതിയും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ ബിന്ദു കൃഷ്ണയുടെ പരാജയം അവിടെ സംഭവിച്ചിരിക്കും. ഇനി അതല്ല, ഇത് നേരത്തെ കാലേ കൂട്ടി UDF നേതൃത്വം ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചവറയിൽ RSPയെ പരാജയപ്പെടുത്തും. ചവറയിലും ഇരവിപുരത്തുമാണ് RSP മത്സരിക്കുന്നത്. പക്ഷേ ഇരവിപുരത്ത് എന്തായിരുന്നില്ല RSP കയറില്ല. നൗഷാദാണ് അവിടെ നിന്ന് മത്സരിക്കുന്ന LDFിന്റെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് അവിടെ ശക്തമായ ഒരു ഇടത് പ്രവാഹം അവിടെ ഉണ്ട്.
ഇപ്പൊ അവിടെ വിഷ്ണുമോഹൻ എന്ന് പറയുന്ന അവിടുത്തെ RSP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമൊന്നുമില്ല, അദ്ദേഹത്തെ വെറുതെ അവിടെ നിർത്തിയെന്ന് വേണേൽ പറയാം. അത് ഇടതുപക്ഷത്തിന്റെ തന്നെയാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിൽ ആണ് നീക്കം നടക്കുന്നതെങ്കിൽ RSPക്കെതിരായുള്ള ഗുരുതരമായ ആരോപണം UDF നേതൃത്വം ഉയർത്തി എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. ഗുരുതരമായ ആരോപണം. അപ്പം ഈ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ RSPയെ ഇനി മുന്നണിക്കകത്ത് വെച്ചുകൊണ്ടിരിക്കണോ വേണ്ടേ എന്നുള്ള കാര്യം UDF ആണ് തീരുമാനിക്കേണ്ടത്. കാര്യം നമ്മൾ ഇങ്ങനെ ഒരു ആരോപണം ഇതിനു മുൻപ് വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കത്രേ ഉള്ളൂ. ഇതിനു മുൻപ് അല്ലെങ്കിൽ ആ സംഭവം നടന്നിട്ട് നാളിത്രയും ഇത് ഒളിപ്പിച്ചു വെക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് വരാതിരിക്കുകയോ ചെയ്ത സാഹചര്യത്തിൽ ഇനിയിപ്പം അങ്ങനെ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് വരുന്നതിന്റെ പിന്നിൽ ബിന്ദുകൃഷ്ണ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചു തന്നെയാണ് വരുന്നത്. അപ്പം ബിന്ദുകൃഷ്ണ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അവിടെ പരാജയപ്പെടുത്തിയ ഈ RSPയെ ഇനിയും UDF എന്ന് പറയുന്ന മുന്നണിക്കുള്ളിൽ കൊണ്ട് നടക്കണോ എന്നുള്ള രണ്ടാമത്തെ ഒരു ചിന്ത കൂടി അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതോടുകൂടി ഈ കൊല്ലത്ത് മാത്രമാണ് RSP ശക്തമായി നിൽക്കുന്നത്. അപ്പൊ ഈ കൊല്ലത്തുള്ള RSP എന്ന് പറയുന്ന പാർട്ടിയെ ഇനിയും മുന്നണിക്കുള്ളിൽ നിലനിർത്തണോ എന്നതിനെ കുറിച്ച് UDF ശക്തമായി ആലോചിക്കും. അതോടൊപ്പം കാരണം അങ്ങനെ ആലോചിക്കുന്നതിനകത്ത് പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ RSP കൊല്ലം മാത്രമേ ഉള്ളൂ. RSPക്ക് കൊടുക്കുന്ന സീറ്റിൽ നിന്നും പ്രയോജനം കിട്ടുന്നേയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും RSPക്ക് ഗുണം കിട്ടിയില്ല. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന കൊല്ലത്തും ജയിച്ചു പോയി. അതല്ലാതെ നിയമസഭയിലേക്ക് RSPയെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ, അങ്ങനെയുള്ള ഒരു ഘടകകക്ഷിയെ എന്നും കുന്നും സഹിക്കേണ്ട ആവശ്യമുണ്ടോ UDFന് എന്നൊരു ചിന്ത കൂടി വന്നാൽ RSPക്ക് UDFിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി ഒരുങ്ങുന്ന ഒരു മട്ടാവും. ഇനി NK പ്രേമേന്ദ്രനും ഷിബു ബേബി ജോണും തമ്മിൽ അത്ര നല്ല രസത്തിലൊന്നുമല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഷിബു ബേബി ജോൺ RSPയുമായി നിൽക്കുന്ന സാഹചര്യത്തിൽ RSPയും RSPLും തമ്മിൽ ലയിക്കാനുള്ള സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. RSPL എന്ന് പറയുമ്പോൾ ഒറ്റ സീറ്റേ ഉള്ളൂ, അത് കുന്നത്തൂർ മണ്ഡലത്തിലാണ്. കുന്നത്തൂർ മണ്ഡലത്തിലെ കോവൂർ കുഞ്ഞുമോനായിരിക്കും ഇത്തവണയും അവിടെ ജയിച്ചു കയറാനുള്ള സാധ്യത. നേരെ മറിച്ച് മറ്റൊരു RSPയിൽ അവിടെ മത്സരിക്കുന്നത് ഉല്ലാസ് കോവൂരാണ്. ഇവർ അളിയനോ കണ്ടാന്ന് ഇവര് അങ്ങനെ ഒരു ബന്ധമാണ്. അവർ ഉല്ലാസ് കോവൂരും കോവൂർ കുഞ്ഞുമോനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പം ഇങ്ങനെ ഇതാണ് ശരിക്കും RSP എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഇത് രണ്ടുകൂടെ അങ്ങ് ലയിച്ചു കഴിഞ്ഞാൽ RSP ഒറ്റ ഇതായി. അപ്പം നോക്കുമ്പോൾ RSPക്ക് നിലവിൽ ഒരു MLA ഉണ്ട്, കോവൂർ കുഞ്ഞുമോനുണ്ട്. ഇപ്പൊ ഷിബു ബേബി ജോണ്ട് ഒരു MLA പട്ടം പോയി കഴിഞ്ഞാലും RSP എന്ന് പറയുന്ന RSPLല് എന്ന ലെനിനിസ്റ്റ് ആണത്. അപ്പൊ അവർക്കൊരു ഇതുണ്ട്, അവർക്കൊരു MLA ഉണ്ട്. അപ്പൊ ലയിച്ചു കഴിഞ്ഞാലും RSPക്ക് ഒരു MLA കിട്ടത്തില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും UDFിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാലും ഇവർക്ക് ഒരു MLA കിട്ടും. ആ MLA ആയിട്ട് സഭയെ നിൽക്കുകയും ചെയ്യാം. ഇനി അഥവാ ഷിബു ബേബി ജോൺ കൂടി ജയിക്കുകയാണെന്ന് വെച്ചോ, RSPക്ക് 2 MLA ആവും. അങ്ങനെ വന്നാലും മുന്നണി മാറ്റം സംഭവിക്കുമ്പോൾ LDFന് ഫലത്തിൽ 2 സീറ്റ് കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ രീതിയിൽ മുന്നണി ബന്ധത്തിനും ഇതൊരു വലിയ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. RSPയെ പതിയെ പുറത്തേക്ക് ചാടിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അറിയണം. കാരണം പ്രയോജനമില്ല. RSP നിൽക്കുന്നതുകൊണ്ട് 2 സീറ്റിലാണ് UDFന് നഷ്ടം ഉണ്ടാകുന്നത്. അതായത് 1 കുന്നത്തൂർ സീറ്റിൽ നഷ്ടം ഉണ്ടാകുന്നു. ഇപ്പൊ നിലവിൽ ആ ഒരു സാഹചര്യം വെച്ചിട്ട് ഞാൻ പറയുന്നത്, അതായത് പോകും എന്ന് ഉറപ്പുള്ള RSPയുടെ 2 സീറ്റുകൾ, ഒന്ന് ഇരവിപുരം സീറ്റും കുന്നത്തൂർ മണ്ഡലവുമാണ്. ഈ കുന്നത്തൂരും അങ്ങനെ 2 സീറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ ആകപ്പാടെ പ്രതീക്ഷയുള്ള RSPയുടെ ഒറ്റ സീറ്റ് ചവറ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു സീറ്റിൽ മാത്രം വിജയസാധ്യതയുള്ള ഒരു മുന്നണിയെ അല്ലെങ്കിൽ ഒരു ഘടകകക്ഷിയെ ചുമന്നുകൊണ്ട് നടക്കണം. തന്നെയുമല്ല, ആ മുന്നണിയിലുള്ള അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ LDFന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു, LDFന് വേണ്ടി വോട്ട് മറിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ ഒരു നെറേറ്റീവ് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ നിന്ന് ഒറ്റിയ പാർട്ടി എന്നുള്ള വിളിപ്പേര് RSPക്ക് കിട്ടുകയും ചെയ്യും. സംഭവം വളരെ സിമ്പിളായി. അപ്പൊ അങ്ങനെ ഒരു കൂടെ നിന്ന് ഒറ്റിയൊരു പാർട്ടിക്കാരെ എന്തിനാണ് സഹിക്കേണ്ടത്? വേണ്ട, പുറത്തേക്ക് ചാടിച്ചു കളയാം. ഈ ഒരു ചിന്തയിലേക്ക് മിക്കപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട്. അത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം RSP ആണ് വലിയ ജനനിബിഡമായ ഒരു പാർട്ടിയൊന്നും അല്ല. അപ്പൊ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമ്പോഴും അത് LDFിലേക്ക് വന്നാൽ LDFന് വലിയൊരു നേട്ടമാവും. 70 സീറ്റുകളെങ്കിൽ 72ലേക്ക് LDFന് എത്തിക്കഴിഞ്ഞാൽ ഭരണപക്ഷത്തേക്ക് RSPയിലെ പലർക്കും ഇരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. കോവൂർ കുഞ്ഞുമോൻ ഇരുന്നെങ്കിലും കോവൂർ കുഞ്ഞുമോന് മന്ത്രിയാകാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഇപ്പോ ഈ RSPയിൽ ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ ആയിക്കഴിഞ്ഞാൽ ഷിബു ബേബി ജോണിന് മന്ത്രിയാകാൻ സാധിക്കും. ഷിബു ബേബി ജോൺ ഒരു മന്ത്രിസ്ഥാനം കിട്ടും. ബേബി ജോൺ കഴിഞ്ഞിട്ട് ഷിബു ബേബി ജോൺ എന്ന മന്ത്രിയായിരുന്നിട്ടുള്ളത്? തന്നെയല്ല, LDFന്റെ മന്ത്രിസഭയിൽ NK പ്രേമേന്ദ്രൻ ജലവിഭവ വകുപ്പ് മന്ത്രിയുമായിരുന്നു ഇതിനു മുൻപ്. അതിനുശേഷം പിന്നെ ഇതുവരെ നിയമസഭയിൽ ഒരു മന്ത്രിയെ കിട്ടിയിട്ടില്ല. കേരളത്തിലൊരു മന്ത്രിയെ RSPക്ക് കിട്ടിയിട്ടില്ല. അതൊരു വലിയ ദുരവസ്ഥയാണ്. ഇത്തവണ പക്ഷേ കോവൂർ കുഞ്ഞുമോൻ ജയിക്കുകയാണെങ്കിൽ RSPക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള സാധ്യത തെളിയുന്നുണ്ട്.
ഇത്തവണ പിന്നെ ഘടകകക്ഷികളുടെ കൂട്ടത്തിൽ RSPക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കോവൂർ കുഞ്ഞുമോന് മന്ത്രിസ്ഥാനം ഏറെക്കുറെ ഉറപ്പാക്കി വെച്ചിരിക്കുക. അപ്പം നമ്മൾ കാണേണ്ട ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം മണ്ഡലത്തിൽ പിന്നെ ബിന്ദുകൃഷ്ണ പരാജയപ്പെടും. അത് RSPയുടെ മേളിലേക്ക് ചാരി വെക്കുക. ഒരുപക്ഷെ ഈ ബീച്ച് ഹോട്ടലിൽ കയറി പിന്നെ ഇത് കഴിയുന്നതല്ലേ, മീൻസ് കൊട്ടിക്കലാശം കഴിയുന്ന സമയമല്ലേ, കൊട്ടിക്കലാശം കഴിയുമ്പോൾ ബീച്ച് ഹോട്ടലിൽ കയറുന്നു, അവിടെ നിന്ന് ചായ കുടിക്കുന്നു. അപ്പോൾ വന്നിരിക്കുന്ന CPM-കാരും RSPക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആൾക്കാരല്ലേ, അവര് കുശലാന്വേഷണം നടത്തി കാണും. ഒന്നുകിൽ അതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടാവാം, സാഹചര്യങ്ങൾ അങ്ങനെ നമുക്ക് സംഭവിക്കാം. ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ കയറുന്ന ഒരു പൊളിറ്റീഷ്യൻസാ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയും, ചിലപ്പോൾ ചിരിച്ച് സംസാരിക്കും. അപ്പൊ ഇതിനെ ഒരു ഡീലാക്കി മാറ്റുന്നു, ഇങ്ങനെ ഒരു ഡീല് പ്രവർത്തിച്ചതായിട്ട് മനസ്സിലാക്കുന്നു, എന്നിട്ട് ആ ഡീലിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് പറയുന്നു. ഇതൊക്കെ പറയുന്നത് RSPയുടെ മേലെ കുറ്റം ആരോപിക്കാൻ വേണ്ടി UDF കണ്ടെത്തുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് കണ്ടെത്തുന്ന ഒരു വലിയ നീക്കം തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും. ഫലത്തിൽ ബിന്ദുകൃഷ്ണൻ അവിടെ പരാജയപ്പെടുന്നതിന്റെ എല്ലാ സൂചനകളും UDFനുണ്ട്.